അമേരിക്കൻ സൈനികർക്ക് നേരെ ആക്രമണമുണ്ടായാൽ ഇറാനെതിരെ വീണ്ടും പൂർണ്ണതോതിലുള്ള യുദ്ധം ആരംഭിക്കുമെന്ന് യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ മുന്നറിയിപ്പ്. നിലവിലുള്ള താൽക്കാലിക വെടിനിർത്തൽ അവസാനിപ്പിച്ച് സൈനിക നടപടികളിലേക്ക് കടക്കാനുള്ള തന്റെ ഏക റെഡ് ലൈൻ യുഎസ് സൈനികരുടെ ജീവനാണെന്നും ട്രംപ് വ്യക്തമാക്കി. ഇറാൻ തങ്ങളുടെ സൈനികരെ ലക്ഷ്യമിടുകയും ഏതെങ്കിലും യുഎസ് സൈനികൻ കൊല്ലപ്പെടുകയും ചെയ്താൽ വളരെ പെട്ടെന്ന് തന്നെ തിരിച്ചടിക്കുമെന്നും യുദ്ധം ആരംഭിക്കുമെന്നും ഓവൽ ഓഫീസിൽ മാധ്യമപ്രവർത്തകരോട് സംസാരിക്കവെ ട്രംപ് പറഞ്ഞു. ഇറാനുമായുള്ള ചർച്ചകൾ മികച്ച രീതിയിലാണ് മുന്നോട്ട് പോകുന്നതെന്നും ഉടൻ തന്നെ ഒരു വലിയ കരാറിലേക്ക് ഇരു രാജ്യങ്ങളും എത്തിയേക്കുമെന്നും ട്രംപ് കൂട്ടിച്ചേർത്തു. മുൻപുണ്ടായ ശക്തമായ ആക്രമണങ്ങളിലൂടെ ഇറാന്റെ വ്യോമസേനയും നാവികസേനയും തകർത്തു കഴിഞ്ഞതായും അവരുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളും പ്രധാന നേതൃത്വവും ഇല്ലാതാക്കിയതായും ട്രംപ് അവകാശപ്പെട്ടു. മിഡിൽ ഈസ്റ്റിലെ യുഎസ് സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാന്റെ ഭാഗത്തു നിന്നും അടുത്തിടെയായി മിസൈൽ ഡ്രോൺ ആക്രമണങ്ങൾ ഉണ്ടായ പശ്ചാത്തലത്തിലാണ് ട്രംപിന്റെ ഈ കടുത്ത പ്രതികരണം പുറത്തുവരുന്നത്. ചെറിയ രീതിയിലുള്ള സംഘർഷങ്ങൾ സഹിച്ച് വലിയൊരു യുദ്ധം ഒഴിവാക്കാൻ താൻ തയ്യാറാണെങ്കിലും അമേരിക്കൻ സൈനികരുടെ മരണം സംഭവിച്ചാൽ അത് വെടിനിർത്തലിന്റെ അവസാനമായിരിക്കുമെന്നാണ് ട്രംപ് വ്യക്തമാക്കുന്നത്. അതേസമയം കുവൈത്ത് രാജ്യാന്തര വിമാനത്താവളത്തിന് നേരെ നടന്ന വ്യോമാക്രമണത്തിൽ പങ്കില്ലെന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അമേരിക്കൻ സേന കോപ്റ്ററുകളുള്ള വ്യോമത്താവളമാണ് ആക്രമിച്ചതെന്നും ഇറാൻ അറിയിച്ചു. ഇറാന്റെ ഷഹീദ് ഡ്രോണുകൾ വെളുത്തതാണെന്നും കുവൈത്തിൽ പതിച്ചത് US-RQ-117 സെന്റിനൽ ഡ്രോണിനോട് സാമ്യമുള്ള കറുത്തവയാണെന്നും പറഞ്ഞു. ഈ വാദം അമേരിക്ക നിഷേധിച്ചു. വിമാനത്താവളത്തിൽ കടകളിൽ ജോലി ചെയ്യുന്ന മലയാളികൾ ഉൾപ്പെടെ 13 ഇന്ത്യക്കാർക്കാണ് ആക്രമണത്തിൽ പരിക്കേറ്റത്. മധ്യപ്രദേശ് സ്വദേശി മൻസൂർ അഹമ്മദിന്റെ മൃതദേഹം ഇന്ത്യയിലെത്തിക്കും. പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഇന്ത്യക്കാരെ കുവൈത്തിലെ ഇന്ത്യൻ സ്ഥാനപതി പരമിത ത്രിപാഠി സന്ദർശിച്ചു. അതിനിടെ വ്യോമാക്രമണത്തിന്റെ ദൃശ്യങ്ങൾ കുവൈത്ത് പുറത്തുവിട്ടിരുന്നു. ഒന്നാം ടെർമിനലിന് മുകളിൽ പതിച്ച ഡ്രോൺ കെട്ടിടം തകർന്ന് ഉള്ളിലേക്ക് വീഴുന്നതും ജനങ്ങൾ ഓടി രക്ഷപ്പെടുന്നതും ദൃശ്യങ്ങളിലുണ്ട്. ഇന്ത്യൻ വിമാന കമ്പനികൾ കുവൈത്തിലേക്കുള്ള വിമാന സർവീസുകൾ പുനരാരംഭിച്ചു. കുവൈത്ത് കമ്പനികൾ ബുധനാഴ്ച വൈകിട്ടോടെ സർവീസുകൾ തുടങ്ങിയിരുന്നു. ഇറാനിലേക്കുള്ള യാത്രകൾ പൂർണ്ണമായും ഒഴിവാക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയം അഭ്യർത്ഥിച്ചിരുന്നു. നിലവിൽ ഇറാനിൽ കഴിയുന്നവരെ എംബസിയുടെ സഹായത്തോടെ വേഗം രാജ്യം വിടണം എന്നും അറിയിച്ചു. 2557 ഇന്ത്യക്കാരെ തിരികെ ഇന്ത്യയിൽ എത്തിച്ചതായും വിദേശകാര്യ വക്താവ് അറിയിച്ചു. ഒമാൻ ഓയിൽ ടെർമിനലിനടുത്ത് ഇറാൻ ആക്രമണം നടത്തിയതായും റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ഇതോടെ മിന അൽ ഫഹൽ ടെർമിനലിൽ നിന്നുള്ള ഇന്ധന നീക്കം നിർത്തിവച്ചതായി അധികൃതർ വ്യക്തമാക്കി. ഇറാൻ ഇപ്പോൾ നാവികസേനയില്ല, വ്യോമസേനയില്ല. നമ്മൾ അവരുടെ നേതൃത്വത്തെയെല്ലാം തുടച്ചു നീക്കി. എന്നിട്ടും ഇറാൻ മികച്ച രീതിയിൽ യുദ്ധം ചെയ്യുന്നതായുള്ള വ്യാജ വാർത്തകൾ പുറത്തുവരുന്നു. ഇതെല്ലാം അവിശ്വസനീയമാണ്. ഇറാന്റെ 159 കപ്പലുകളും സമുദ്രത്തിന്റെ അടിത്തട്ടിയിലായി. ഇതിന്റെ ദൃശ്യങ്ങൾ ഉൾപ്പെടെ നമ്മുടെ പക്കലുണ്ടെന്നും ട്രംപ് അവകാശപ്പെടുന്നു. ഈ അവകാശവാദത്തിന് പിന്നാലെയാണ് ഒമാനിൽ വീണ്ടും ഇറാൻ ആക്രമണം നടത്തിയത്. യുദ്ധം അവസാനിപ്പിക്കണമെന്ന യുഎസ് ജനപ്രതിനിധി സഭയിലെ വോട്ടെടുപ്പിനെയും ട്രംപ് നിശിതമായി വിമർശിച്ചു. അർദ്ധശൂന്യമായ വോട്ടെന്നാണ് ട്രംപ് പ്രതികരിച്ചത്. കൂടാതെ വോട്ടെടുപ്പിനെ പിന്തുണച്ച 4 റിപ്പബ്ലിക്കൻ നിയമ നിർമ്മാതാക്കൾക്കെതിരെ ട്രംപ് ആഞ്ഞടിച്ചു. അതേസമയം ഇസ്രായേൽ ലബനാൻ യുദ്ധം നിർണായക വഴിത്തിരിവിലേക്ക് കടക്കുന്നതായി സൂചന. ഇരു രാജ്യങ്ങളും തങ്ങളുടെ ദുർബലമായ വെടിനിർത്തൽ കരാർ പുതുക്കാൻ സമ്മതിച്ചതായാണ് റിപ്പോർട്ടുകൾ പുറത്തുവന്നത്. ഈ മാസാവസാനം സമഗ്രമായ സമാധാന കരാറിലെത്തുന്നതിനായി ചർച്ചകൾ തുടരുമെന്നും ട്രംപ് അറിയിച്ചിരുന്നു. ഹിസ്ബുള്ളയുമായി ബന്ധപ്പെട്ട പല തരത്തിലുള്ള തർക്ക വിഷയങ്ങളും കരാറിൽ ഉൾപ്പെട്ടിട്ടുണ്ടെന്നാണ് സൂചന. ഹിസ്ബുള്ള സായുധ ഗ്രൂപ്പിനെ വിലക്കുന്ന രീതിയിൽ ലബനനകത്ത് സുരക്ഷാ നിയമങ്ങൾ രൂപീകരിക്കുന്നതും ഈ ഗ്രൂപ്പിനെ പിരിച്ചുവിടാൻ ആവശ്യപ്പെടുന്നതുമായ ഒരു വ്യവസ്ഥയും ഉൾപ്പെടുന്നുണ്ടെന്നാണ് സൂചന. അമേരിക്ക സമർപ്പിച്ച ഭേദഗതി നിർദ്ദേശങ്ങളിൽ ഒട്ടേറെ അവ്യക്തതകൾ നിലനിൽക്കുന്നതായി ഇറാൻ അറിയിച്ചു. ട്രംപ് മുന്നോട്ട് വെച്ച ഉപാധികൾ അംഗീകരിച്ചു കൊള്ളണമെന്ന ഭീഷണി തള്ളിയ ഇറാൻ രാജ്യ താൽപര്യങ്ങളിൽ വിട്ടുവീഴ്ചയില്ലെന്ന് മുന്നറിയിപ്പ് നൽകി. ഇറാൻ പരമോന്നത ആത്മീയ നേതാവിന്റെ ഉപദേശകൻ മൂസിൻ റുസായിനിയാണ് ഇറാൻ TV മുഖേന നിലപാട് വ്യക്തമാക്കിയത്. തങ്ങളുടെ ആവശ്യങ്ങൾ കൃത്യമായി നിർവചിക്കാതെ അവ്യക്തമായി നിലനിർത്തിക്കൊണ്ട് അമേരിക്കയുടെ നിബന്ധനകൾ ഇറാനുമേൽ അടിച്ചേൽപ്പിക്കാനായി യുഎസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ശ്രമിക്കുന്നതെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ടെങ്കിലും സമാധാന കരാറിലെ പ്രധാന വിഷയങ്ങളിൽ ഇപ്പോഴും തർക്കം തുടരുകയാണെന്നാണ് ഇറാന്റെ നിലപാട്. ആവശ്യങ്ങൾ പൂർണ്ണമായി അംഗീകരിക്കുന്നതുവരെ സമാധാന പാതയിൽ വിട്ടുവീഴ്ചയ്ക്കില്ലെന്ന സൂചനയാണ് ഇറാന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. ന്യൂസ് ഡെസ്ക്, കേരള കൗമുദി.